I pulled this out. She pulls this out. She hands it to me, okay? And I'm freaking out. Baby, where's your tooth? What happened? How'd you lose a tooth? How did you lose a tooth in your chicken nuggets? It's not her tooth, y'all. This is not my baby's tooth. But this is a baby's tooth. This was someone's baby's tooth. ഈ ഒരു വീഡിയോ കഴിഞ്ഞ വർഷം ടിക്ടോക്കിൽ അപ്ലോഡ് ചെയ്തിട്ടുള്ള ഒരു വീഡിയോ ആണ്. ഇറ്റ്സ് മീ ഡെമി 90 എന്ന് പറയുന്ന ഒരു പ്രൊഫൈലിൽ നിന്നുമാണ് ഈ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുള്ളത്. നിങ്ങൾക്ക് കേട്ടപ്പോൾ മനസ്സിലായിട്ടുണ്ടാവും. മനസ്സിലാകാത്തവർക്ക് വേണ്ടി ഞാൻ ഒന്നുകൂടി വിവരിക്കാം. US-ലുള്ള ഒരമ്മ സ്വന്തം കുഞ്ഞിനെ കഴിക്കാൻ വേണ്ടി മക്ഡൊണാൾഡ്സിൽ നിന്നും ചിക്കൻ നഗറ്റ്സ് ഓർഡർ ചെയ്യുന്നു. കുഞ്ഞ് കഴിച്ചുകൊണ്ടിരിക്കെ നഗറ്റ്സിൽ നിന്നും കട്ടിയുള്ളൊരു വസ്തു ആ കുഞ്ഞിന് ലഭിക്കുന്നു. അമ്മ നോക്കിയപ്പോൾ അത് ഒരു മനുഷ്യൻ്റെ പല്ലായിരുന്നു. 6 വയസ്സ് മാത്രം പ്രായമുള്ളൊരു കുഞ്ഞ് കഴിച്ചുകൊണ്ടിരിക്കെ അതിനുള്ളിൽ നിന്നും ഒരു പല്ല് ലഭിക്കുന്നു. സ്വാഭാവികമായി നമുക്ക് ചിന്തിക്കാം ആ കുഞ്ഞിൻ്റെ പല്ല് അടർന്നു പോയതാണ് എന്ന്. എന്നാൽ ആ അമ്മ ഉറപ്പിച്ചു പറയുന്നു, കുഞ്ഞിൻ്റെ പല്ലുകൾക്ക് യാതൊരു കുഴപ്പവുമില്ല, കിട്ടിയത് മറ്റൊരു മനുഷ്യൻ്റെ പല്ലായിരുന്നു. അത് ആ കുഞ്ഞിനേക്കാളും പ്രായം കുറഞ്ഞ മറ്റൊരു കുഞ്ഞിൻ്റെ പല്ലായിരുന്നു എന്ന്. എവിടെ നിന്നെങ്കിലും ആരെങ്കിലും ഒരു വീഡിയോ അപ്ലോഡ് ചെയ്താൽ അത് സത്യമാകുമോ? ഒരിക്കലുമില്ല. പക്ഷേ പറയുന്നത് ഒരമ്മയായതുകൊണ്ടും പറഞ്ഞു വരുന്നത് മക്ഡൊണാൾഡ്സിനെ കുറിച്ചാണ് എന്നതുകൊണ്ടും അത് വിശ്വസിക്കാതിരിക്കാനാവില്ല. കാരണം മക്ഡൊണാൾഡ്സിൽ ഇങ്ങനൊന്നും സംഭവിക്കുന്നത് ആദ്യമല്ല. 2015 ജപ്പാനിലെ ഒക്കാസയിലെ മക്ഡൊണാൾഡ് ബ്രാഞ്ചിൽ ഇങ്ങനൊന്ന് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ചിക്കൻ ബർഗറിൽ നിന്നും കട്ടിയുള്ളൊരു വസ്തു അവർക്ക് കിട്ടി. ചവയ്ക്കുന്നതിനിടയിൽ ഒരിക്കലും ഒരു ബർഗറിൽ ഉണ്ടാകാൻ സാധ്യതയില്ലാത്ത ഒരു വസ്തു അവർ കടിച്ചുപോയി. എടുത്തു നോക്കിയപ്പോൾ അതൊരു പല്ലായിരുന്നു. അധികം പ്രായമില്ലാത്തൊരു കുഞ്ഞിൻ്റെതെന്ന് തോന്നുന്ന മനുഷ്യൻ്റെ പല്ല്. ഇത് വലിയ വാർത്തയായിരുന്നു. മക്ഡൊണാൾഡ്സ് തങ്ങളുടെ തെറ്റ് അംഗീകരിക്കുകയും അതൊരു പല്ല് തന്നെയായിരുന്നു എന്ന് സമ്മതിക്കുകയും ചെയ്തിരുന്നതായി വാർത്തകൾ പറയുന്നു. ആ ഔട്ട്ലെറ്റിൽ ജോലി ചെയ്യുന്ന വ്യക്തികളിൽ ആരുടെയെങ്കിലും പല്ല് അബദ്ധവശാൽ ഉണ്ടാക്കിയ ഭക്ഷണത്തിലേക്ക് വീണുപോയതാണോ എന്നുള്ള രീതിയിലും അന്വേഷണങ്ങൾ നടന്നിരുന്നു. പക്ഷേ ജീവനക്കാരിൽ ആരുടെയും പല്ല് നഷ്ടമായിട്ടുണ്ടായിരുന്നില്ല. എന്നിട്ടും മക്ഡൊണാൾഡ്സിൻ്റെ സ്പെഷ്യൽ നഗറ്റ്സിലും ബർഗറിലും എങ്ങനെ മനുഷ്യൻ്റെ പല്ല് ഒളിഞ്ഞു കിടന്നു? ചില യാഥാർത്ഥ്യങ്ങൾ പറയാം. മക്ഡൊണാൾഡ്സ് എന്ന ബ്രാൻഡിന് ചില പ്രത്യേക റെസിപ്പികളുണ്ട്. അതിൽ പ്രധാനം അവരുപയോഗിക്കുന്ന ചിക്കൻ തന്നെയാണ്. ചില ഫ്രാഞ്ചൈസികളിൽ ഒഴികെ തിരഞ്ഞെടുക്കപ്പെട്ട പ്രധാന ഔട്ട്ലെറ്റുകളിലെല്ലാം പ്രത്യേകം ചില കമ്പനികളാണ് ചിക്കൻ എത്തിക്കുന്നത്. അവരുടെ സ്പെഷ്യൽ ബർഗറുകൾക്കും നഗറ്റ്സുകൾക്കുമെല്ലാം ചിക്കൻ ബ്രസ്റ്റുകൾ മാത്രമാണ് ഉപയോഗിക്കുന്നത് എന്നതും അവരുടെ ഒരു പ്രത്യേകതയാണ്. അമേരിക്കയിൽ അടക്കം ലോകത്തിൽ പലയിടത്തും ടൈസൺ ഫുഡ്സ് എന്ന കമ്പനിയും ഇന്ത്യയിൽ വിസ്ത പ്രോസസ്സിംഗ് ഫുഡ്സ് എന്ന കമ്പനിയുമാണ് ചിക്കൻ ബ്രസ്റ്റ് വിതരണം ചെയ്യുന്നത്. ഇനി പറയാൻ പോകുന്നത് ഒരു കോൺസ്പിറസി തിയറിയാണ്. ആദ്യമേ അത് പറയാനുള്ള കാരണം ഇവിടെ നിന്ന് അങ്ങോട്ടേക്ക് ഇനി പറയാൻ പോകുന്ന വിഷയങ്ങൾ നിങ്ങൾ വിശ്വസിക്കണോ വേണ്ടയോ എന്നത് നിങ്ങളുടെ മാത്രം ഉത്തരവാദിത്തമാണ്. അതായത് മക്ഡൊണാൾഡ്സിൻ്റെ ചിക്കൻ ബർഗറിൽ നിന്നും ചിക്കൻ നഗറ്റ്സിൽ നിന്നും കുഞ്ഞുങ്ങളുടെ പല്ലുകൾ കണ്ടെത്തി എന്നതൊരു യാഥാർത്ഥ്യമാണ് എന്നിരിക്കെ ഭക്ഷണം ഉണ്ടാക്കുന്ന സ്ഥലത്തു നിന്നുമല്ല പല്ലുകൾ വന്നത് എന്നത് തെളിഞ്ഞിരിക്കെ പിന്നെ എങ്ങനെയായിരിക്കാം ആ പല്ലുകൾ അതിനുള്ളിൽ അകപ്പെട്ടത്? അതിനുള്ള സാധ്യത ഇറക്കുമതി ചെയ്ത ചിക്കനിൽ നിന്നുമായിരിക്കും. അതായത് നഗറ്റ്സ് ഉണ്ടാക്കാനും ബർഗർ ഉണ്ടാക്കാനും ഉപയോഗിക്കുന്ന ചിക്കൻ ബ്രസ്റ്റുകൾ യഥാർത്ഥത്തിൽ ചിക്കൻ ബ്രസ്റ്റുകൾ തന്നെയാണോ എന്ന് സംശയിക്കുന്നു. ചിന്തിച്ച് കാട് കയറണ്ട. അല്ല, ഇപ്പം തന്നെ കാട് കയറേണ്ട. കാരണം പറയാനുള്ളത് ഒരുപാട് ട്വിസ്റ്റുകളാണ്. വിശ്വസിച്ചാലും വിശ്വസിച്ചില്ല എങ്കിലും അറപ്പുളവാക്കുന്ന ഒരുപാട് ഗൂഢാലോചന സിദ്ധാന്തങ്ങളാണ് പറയാനുള്ളത്. കയറിപ്പോരും ചങ്ങായിമാരെ ബേപ്പൂർ സുൽത്താന്റെ ദുനിയാവിലേക്ക്. നമ്മളൊക്കെ സ്വന്തം വാഹനത്തിൽ ഒരുപാട് യാത്ര ചെയ്യുന്നവരാണ്. എന്നാൽ നമ്മുടെ വാഹനത്തിലേക്ക് യാത്ര ചെയ്ത് ഭക്ഷണം വരാറുണ്ടോ? അങ്ങനൊരു ചിന്തയിൽ നിന്നുമാണ് ഇന്ന് നമ്മൾ കാണുന്ന മക്ഡൊണാൾഡ്സ് എന്ന് പറയുന്ന ബ്രാൻഡ് ഉണ്ടായിട്ടുള്ളത്. മക്ഡൊണാൾഡ് ബ്രദേഴ്സ് എന്ന് പറയുന്ന മോറിസ് മക്ഡൊണാൾഡ്, റിച്ചാർഡ് മക്ഡൊണാൾഡ്, 2 സഹോദരന്മാരാണ്. അവരുടെ ഉള്ളിലുണ്ടായിരുന്ന ഒരു ഐഡിയ ആണത്. അതായത് യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്ന വാഹനത്തിലേക്ക് ഭക്ഷണം യാത്ര ചെയ്ത് ചെല്ലണം. അതിനുവേണ്ടി സ്കേറ്റിംഗ് ഷൂ അണിഞ്ഞ ഒരുപാട് സുന്ദരിമാരെ അവർ തയ്യാറാക്കി.
അതൊരു വലിയ വിപ്ലവം തന്നെ സൃഷ്ടിച്ചു. 1927 കാലിഫോർണിയയിലാണ് ഇതിൻ്റെ തുടക്കം. മക്ഡൊണാൾഡ് ബാർബിക്യൂ എന്നായിരുന്നു ആ കുഞ്ഞു ഹോട്ടലിൻ്റെ പേര്. പെട്ടെന്ന് തന്നെ ആ കുഞ്ഞു ഹോട്ടൽ എല്ലാവരുടെയും പ്രിയപ്പെട്ടതായി മാറി. ഓരോ ദിവസവും 100-ൽ കൂടുതൽ വാഹനങ്ങൾ അവിടേക്കായി കുതിച്ചു പാഞ്ഞു. 20-ൽ കൂടുതൽ വെയിറ്റർസുമാർ മിൽക്ക് ഷേക്കുകളും ബർഗറുകളും സാൻഡ്വിച്ചുകളുമായി തയ്യാറായിരുന്നു. 1948 കമ്പനി അക്ഷരാർത്ഥത്തിൽ പച്ച പിടിക്കുകയായിരുന്നു. അതിനുശേഷം അടുത്ത സ്റ്റേജിലേക്ക് കടക്കുന്നതിന് മുമ്പ് അവരൊരു വിശകലനം നടത്തി. അതായത് അവർക്ക് വരുന്ന വരുമാനത്തിൽ 80% കൂടുതൽ ഹാംബർഗറുകളിൽ നിന്നാണ് എന്ന് അവർ തിരിച്ചറിഞ്ഞു. അതുകൊണ്ട് തന്നെ വിവിധ തരം ബർഗറുകൾ അടങ്ങിയിട്ടുള്ള ഒരു മെനു അവർ തയ്യാറാക്കി. അതോടൊപ്പം മിൽക്ക് ഷേക്കുകളും. ഓർഡറുകൾ അനുസരിച്ച് ബൾക്കായി മിൽക്ക് ഷേക്ക് ഉണ്ടാക്കാൻ വലിയ വലിയ മെഷീനറീസ് വേണ്ടിവരുമെന്ന് തിരിച്ചറിഞ്ഞ മക്ഡൊണാൾഡ് ബ്രദേഴ്സ് കമ്പനിയിലേക്ക് പുതിയൊരു ഇൻവെസ്റ്ററെ അന്വേഷിക്കുകയായിരുന്നു. അങ്ങനെയാണ് റേ ക്രോക്ക് എന്ന അമേരിക്കൻ ബിസിനസ്സുകാരൻ മക്ഡൊണാൾഡ്സിന്റെ ഭാഗമായി മാറുന്നത്. ആ ഒരു നീക്കത്തോടെ മക്ഡൊണാൾഡ് എന്ന ബ്രാൻഡ് പടർന്ന് പന്തലിക്കുകയായിരുന്നു. അതോടെ അമേരിക്കയിലുടനീളം അതിൻ്റെ ഫ്രാഞ്ചൈസികൾ നിറഞ്ഞു. അമേരിക്കയിൽ മാത്രം പോരാ, ലോകത്തിൽ പലയിടത്തും മക്ഡൊണാൾഡ് എന്ന ബ്രാൻഡ് ചെന്നെത്തണമെന്ന സ്വപ്നമായിരുന്നു ക്രോക്കിൻ്റെത്. എന്നാൽ ക്രോക്കിൻ്റെ സ്വപ്നത്തിനൊപ്പം ഓടിയെത്താനുള്ള വേഗത മക്ഡൊണാൾഡ് ബ്രദേഴ്സിനുണ്ടായിരുന്നില്ല. അവർക്ക് പ്രായമായി വരികയായിരുന്നു. അതുകൊണ്ട് തന്നെ അതുവരെ ഉണ്ടാക്കിയ പണം കൊണ്ട് ശിഷ്ടകാലം ജീവിക്കുക എന്നത് മാത്രമായിരുന്നു അവരുടെ സ്വപ്നം. അവരുടെ സ്വപ്ന ബ്രാൻഡ് വെറും $2.7 മില്യൺ അവർ ക്രോക്കിന് വിൽക്കുകയായിരുന്നു. അവിടെ നിന്നാണ് ഫാസ്റ്റ് ഫുഡ് ലോകത്തിൻ്റെ രാജാവായ മക്ഡൊണാൾഡിൻ്റെ ഉദയം. അതിനുവേണ്ടി ഏറ്റവും കൂടുതൽ പ്രയത്നിച്ചത് റേ ക്രോക്ക് തന്നെയായിരുന്നു. ലോകത്തിൽ പലയിടത്തും മക്ഡൊണാൾഡ് എന്ന ബ്രാൻഡ് എത്താൻ വേണ്ടി എന്ത് ചെയ്യാനും അയാൾ തയ്യാറായിരുന്നു. വെറും 3 വർഷം കൊണ്ട് അമേരിക്കയിൽ മക്ഡൊണാൾഡിൻ്റെ ഒരു ഔട്ട്ലെറ്റ് പോലും ഇല്ലാത്ത സിറ്റി ഉണ്ടായിരുന്നില്ല. 1967 മക്ഡൊണാൾഡ്സിൻ്റെ സ്പെഷ്യൽ ബിഗ് മാക് ബർഗറുകൾ പുറത്തിറങ്ങുന്നത്. 1977 കുട്ടികൾക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഹാപ്പി മീൽ പുറത്തിറങ്ങുന്നത്. 1979 ചിക്കൻ നഗറ്റ്സ് പുറത്തിറങ്ങുന്നത്. അതോടുകൂടി കുട്ടികളുടെ ഏറ്റവും പ്രിയപ്പെട്ട ഭക്ഷണമായി മാറുകയായിരുന്നു മക്ഡൊണാൾഡ്സ്. മക്ഡൊണാൾഡ് എന്ന ബ്രാൻഡിൻ്റെ കളർ കോമ്പിനേഷനും അതിൻ്റെ മുഖമായ റൊണാൾഡ് എന്ന കോമാളിയും കുഞ്ഞുങ്ങളെ വശീകരിക്കാൻ വേണ്ടി സൃഷ്ടിച്ചവയാണ് എന്നൊരു വാദമുണ്ട്. ഓരോ ഔട്ട്ലെറ്റിലും കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയുള്ള കിഡ്സ് പ്ലേ ഏരിയ എന്ന കോൺസെപ്റ്റ്, ക്രോക്കിൻ്റെ കോൺസെപ്റ്റും കുഞ്ഞുങ്ങളെ മക്ഡൊണാൾഡിലേക്ക് അടുപ്പിക്കാൻ വേണ്ടി സൃഷ്ടിച്ചതാണ് എന്നും പറയപ്പെടുന്നു. അതായത് ആർക്കും കഴിക്കാവുന്ന സാൻഡ്വിച്ച്, ബർഗർ, നഗറ്റ്സ് എന്നിവ കുഞ്ഞുങ്ങളെ മാത്രം കേന്ദ്രീകരിച്ച് പ്രൊമോട്ട് ചെയ്യുന്നതിന് പിന്നിൽ എന്തോ ഒന്നില്ലേ എന്ന ഗൂഢാലോചന സിദ്ധാന്തവും നിലവിലുണ്ട്. മക്ഡൊണാൾഡ് എന്ന ബ്രാൻഡിനെ കുറിച്ച് പറയുമ്പോൾ പലരുടെയും മനസ്സിലേക്ക് ഓടി വരുന്നത് ആ മഞ്ഞ നിറത്തിലുള്ള ഗോൾഡൻ ആർച്ച് എം ആയിരിക്കും. എന്നാൽ ഒരു വലിയ ശതമാനം ആളുകളുടെയും മനസ്സിൽ വരുന്നത് ആ മഞ്ഞ ചെയറിൽ ചാരിയിരിക്കുന്ന ചുവന്ന മുടിയും ചുവന്ന ഷൂസും ധരിച്ച കോമാളിയായിരിക്കും. റൊണാൾഡ് എന്നറിയപ്പെട്ട ആ കോമാളിയാണ് മക്ഡൊണാൾഡിൻ്റെ മാസ്കോട്ട്. എന്നാൽ അതിനു മുമ്പ് മറ്റൊരു മാസ്കോട്ട് ഉണ്ടായിരുന്നു, സ്പീഡി എന്ന പേരിലുള്ള ഒരു ഷെഫ്. എന്നാൽ ആ മാസ്കോട്ട് മാറ്റി റൊണാൾഡ് വരുന്നത് 1963 ഹാംബർഗർ ഹാപ്പി ക്ലൗൺ എന്നായിരുന്നു റൊണാൾഡ് അറിയപ്പെട്ടത്. 20-ാം നൂറ്റാണ്ടിൻ്റെ പാതിയുടെ ലോകപ്രശസ്തമായ ബോസോ എന്ന കോമാളിയിൽ നിന്നും പ്രചോദനം ഉൾക്കൊണ്ടാണ് റൊണാൾഡിനെ സൃഷ്ടിച്ചത് എന്ന് മക്ഡൊണാൾഡ് തന്നെ പറയുന്നുണ്ട്. കുട്ടികളെ മക്ഡൊണാൾഡ് എന്ന ബ്രാൻഡിലേക്ക് അടുപ്പിക്കാനായി അവർ തിരഞ്ഞെടുത്ത വഴിയായിരുന്നു റൊണാൾഡ്. എന്നാൽ 2016 മുതൽ മക്ഡൊണാൾഡ് റൊണാൾഡ് എന്ന കോമാളിയെ ബ്രാൻഡിങ്ങിനായി ഉപയോഗിക്കുന്നില്ല. അതിന് കാരണം കുട്ടികളിലുണ്ടായ ഒരു ഭയമാണ്. അതോടൊപ്പം അനാരോഗ്യപരമായ ഭക്ഷണം കുട്ടികളിലേക്ക് എത്തിക്കാൻ വേണ്ടി ഒരു കോമാളിയെ ഉപയോഗിച്ചു എന്ന ആരോപണം കൂടി വന്നപ്പോൾ അതിൻ്റെ ഉപയോഗം കുറച്ചതായി മക്ഡൊണാൾഡ് പറയുന്നു. കുഞ്ഞുങ്ങൾ കോമാളിയെ വല്ലാതെ ഭയപ്പെടുന്നു. അതുകൊണ്ട് തന്നെയാണ് പല ബ്രാൻഡിങ്ങുകളിൽ നിന്നും റൊണാൾഡ് എന്ന കോമാളിയെ അവർ മാറ്റി നിർത്തിയത് എന്ന് മക്ഡൊണാൾഡ് പറയുന്നു. ഈ കില്ലർ ക്ലൗൺ എന്ന് പറയുന്ന കോൺസെപ്റ്റ് 2016 വന്ന ഒരു കോൺസെപ്റ്റ് അല്ല. മക്ഡൊണാൾഡ് അപ്പോഴാണ് അറിഞ്ഞത് എന്നത് അത്ഭുതപ്പെടുത്തുന്ന ഒരു വിഷയമാണ്. 1970-കൾക്ക് മുമ്പ് മുതൽ കില്ലർ ക്ലൗൺ എന്ന് പറയുന്ന കോൺസെപ്റ്റ് ഉണ്ട്. അത് സിനിമയിൽ മാത്രമല്ല, യഥാർത്ഥ ജീവിതത്തിൽ അത്തരത്തിലുള്ള സീരിയൽ കില്ലേഴ്സിനെ കുറിച്ചുള്ള വാർത്തകളും നമ്മൾ കണ്ടിട്ടുണ്ട്. എന്നിട്ടും 2016 വരെ അതിനെക്കുറിച്ച് മക്ഡൊണാൾഡ് അറിഞ്ഞില്ല. വെറുതെ ഒന്ന് ചിന്തിച്ചു നോക്കാം, റൊണാൾഡ് എന്ന് പറയുന്ന കോമാളി അത്രയ്ക്കും നിഷ്കളങ്കനായ മുഖഭാവമുള്ള ഒരു കോമാളിയാണോ? ഒരിക്കലുമല്ല. റൊണാൾഡിനെ കണ്ട് ഭയന്ന് ആ കോമാളിയുടെ അടുത്തേക്ക് പോകാൻ ഭയപ്പെടുന്ന എത്രയോ കുട്ടികളുടെ വീഡിയോകൾ സോഷ്യൽ മീഡിയയിൽ നമുക്ക് കാണാൻ സാധിക്കും.
ഇതോടൊപ്പം പറയേണ്ട മറ്റൊന്ന് കില്ലർ ക്ലൗൺ എന്ന സങ്കല്പത്തെക്കാൾ ഉണ്ടായിരുന്നത് കുട്ടികളെ ശാരീരികമായി പീഡിപ്പിക്കുന്ന കോമാളികളെ കുറിച്ചാണ്. അങ്ങനെ ഒരു അർത്ഥത്തിലാണ് മക്ഡൊണാൾഡ് റൊണാൾഡിനെ കുട്ടികൾക്ക് മുമ്പിലേക്ക് അവതരിപ്പിച്ചത് എന്ന് പലരും വിശ്വസിക്കുന്നു. ബോസോ എന്ന കോമാളിയുടെ പേരിൽ തന്നെ ഒരു പെഡോഫൈൽ സിനിമ പുറത്തിറങ്ങിയിരുന്നു. ഒരു കോമാളിയുടെ രൂപം മാസ്കട്ടായി ഉപയോഗിച്ചു എന്നതിൻ്റെ പേരിൽ ഒരു ബ്രാൻഡിനെ നമുക്ക് ഇങ്ങനെയൊക്കെ പറയാൻ സാധിക്കുമോ? ഒരിക്കലുമില്ല. പക്ഷെ അങ്ങനെയൊക്കെ നമ്മളെ ചിന്തിപ്പിക്കുന്നത് മക്ഡൊണാൾഡ്സിൻ്റെ ചില പ്രവൃത്തികൾ കൂടിയാണ്. അങ്ങനൊന്നാണ് ഈ റെഡ് ഷൂ ക്ലബ്, അതായത് റൊണാൾഡ് മക്ഡൊണാൾഡിൻ്റെ പേരിൽ നടക്കുന്ന ഒരു ചാരിറ്റി. അസുഖം ബാധിച്ചിട്ടുള്ള കുഞ്ഞുങ്ങൾ, അവർക്ക് വേണ്ടി പണം പിരിക്കുകയും അവരുടെ കുടുംബത്തിന് വേണ്ടി സഹായങ്ങൾ ചെയ്യുകയും ചെയ്യുന്ന ഒരു സൊസൈറ്റി. റൊണാൾഡിൻ്റെ ചുവന്ന ഷൂ ആണ് അങ്ങനൊരു പേരിന് കാരണമെന്ന് കരുതിയെങ്കിൽ തെറ്റി. പേര് പോലെ തന്നെ ആ സംഘടനയിൽ പ്രവർത്തിക്കുന്നവരെല്ലാം ചുവന്ന ഷൂ ധരിച്ചാണ് അവരുടെ സഹായ പ്രവൃത്തികളിൽ ഏർപ്പെടുന്നത്. അതിലിപ്പോൾ എന്താണ് കുഴപ്പം? അത് അവരുടെ ഐഡന്റിറ്റി അല്ലേ എന്ന് ചിന്തിക്കാം. കുഴപ്പം എന്താണെന്ന് വെച്ചാൽ റെഡ് ഷൂ സൊസൈറ്റി എന്ന പേര് പൊതുവെ അറിയപ്പെടുന്നത് എക്സ്ട്രീം എലൈറ്റ് പെഡോഫിലെയാണ്. അതായത് പിഞ്ചു കുഞ്ഞുങ്ങളോട് താല്പര്യം തോന്നുന്ന ആളുകൾ അവരുടെ താല്പര്യം പുറത്തറിയിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു രീതിയാണ് ചുവന്ന ഷൂ ഉപയോഗിക്കുന്നത്. ഇതേക്കുറിച്ച് ഒന്നും അറിയാത്ത ഒരാൾ റെഡ് ഷൂ ധരിക്കുന്നതും ഇതേക്കുറിച്ച് എല്ലാം അറിയാവുന്ന ഒരു വ്യക്തി റെഡ് ഷൂ ധരിക്കുന്നതും തമ്മിൽ വലിയ വലിയ വ്യത്യാസമുണ്ട്. മക്ഡൊണാൾഡ് എന്ന് പറയുന്ന ബ്രാൻഡിൻ്റെ CEO ആയ റേ ക്രോക്സിന് അത്യാവശ്യം ഇതേക്കുറിച്ച് നല്ല ബോധ്യമുണ്ട്. അദ്ദേഹത്തിൻ്റെ ഭാര്യയായ ജോവാൻ ക്രോക്സും അദ്ദേഹവും ചർച്ച് ഓഫ് സാത്താനിസത്തിൻ്റെ ഭാഗമാണ് എന്നുള്ള ഒരുപാട് ഗൂഢാലോചന സിദ്ധാന്തങ്ങളും നമ്മൾ കേട്ടിട്ടുണ്ട്. അതിനെക്കുറിച്ച് അവർ തന്നെ സംസാരിക്കുന്ന വീഡിയോകൾ യൂട്യൂബിൽ കാണാനും സാധിക്കും. അങ്ങനെ ഇരിക്കെ അദ്ദേഹത്തിന് അറിയാവുന്ന, അദ്ദേഹത്തിന് കൃത്യമായ ബോധ്യമുള്ള ഒരു ഡാർക്ക് സിംബോളിസം കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ചെയ്യുന്ന ഒരു സന്മാർഗ പ്രവൃത്തിയിലേക്ക് കൊണ്ടുവരിക എന്നത് അങ്ങനെ തള്ളിക്കളയാവുന്ന ഒരു വിഷയമായി തോന്നുന്നില്ല. കുറച്ചു പേർ ചുവന്ന ഷൂ ധരിച്ചു എന്നതിൻ്റെ പേരിൽ ഒരു ബ്രാൻഡിനെ ഇങ്ങനെ കാണേണ്ട ആവശ്യമുണ്ടോ? ഇല്ല, നമുക്കതും വിടാം. അടുത്തതായി ഞാനൊരു ഓഡിയോ പ്ലേ ചെയ്യാം. 2006 പുറത്തിറങ്ങിയ ഒരു റേഡിയോ ഇൻ്റർവ്യൂവിലേതാണത്. റാബി ലൂയിസ് ഫിംഗൽസ്റ്റീൻ എന്ന് പറയുന്ന ഒരു ജൂത പുരോഹിതൻ, അദ്ദേഹത്തിൻ്റെ ഒരു ഇൻ്റർവ്യൂവിലെ ഒരു ഭാഗം മാത്രമാണിത്. ഏതാണ്ട് കാലങ്ങൾക്ക് മുമ്പ് യൂട്യൂബിൽ അപ്ലോഡ് ചെയ്ത ചില വീഡിയോകൾ ഉണ്ടായിരുന്നു. പക്ഷേ കഴിഞ്ഞ 15 വർഷങ്ങൾക്കിടയിൽ അത് മുഴുവൻ വാഷ് ഔട്ട് ചെയ്തു. ഇപ്പോൾ സെർച്ച് ചെയ്താൽ നമുക്ക് ആ വീഡിയോ കാണാൻ സാധിക്കില്ല. പക്ഷേ എവിടെ നിന്നോ കിട്ടിയ ഒരു ചെറിയ ഓഡിയോ ക്ലിപ്പ് മാത്രമാണ് ഞാനിവിടെ പ്ലേ ചെയ്യുന്നത്. അതിനോടൊപ്പം അതിൻ്റെ സബ് ടൈറ്റിലുണ്ട്. ഒന്ന് വായിച്ചു നോക്കിയിട്ട് കൃത്യമായിട്ട് മനസ്സിലാക്കുക. I mean, we steal 100 to 300,000 children a year just here in this country, and we drain their blood and we mix it with the Passover bread, and then we throw the bodies into the slaughterhouses that we own, and we grind up all the bodies in the sausage and the hamburger. McDonald's is one of our favorite outlets, and the people, they eat it for breakfast, they eat it, their children for lunch, and you know, as Jews, you know, we got to do what we do. ഇതുവരെ നമ്മൾ കണ്ട മക്ഡൊണാൾഡ് അല്ല യഥാർത്ഥ മക്ഡൊണാൾഡ് എന്ന് ചിലപ്പോൾ നിങ്ങൾക്ക് തോന്നുന്നുണ്ടാവും. അദ്ദേഹം പറഞ്ഞ വിഷയങ്ങൾ ഞാൻ വീണ്ടും എക്സ്പ്ലെയിൻ ചെയ്യേണ്ട ആവശ്യമുണ്ട് എന്ന് എനിക്ക് തോന്നുന്നില്ല. പക്ഷെ പറയാനുള്ളത് ഒരേ ഒരു കാര്യം, നമുക്ക് വീണ്ടും വീണ്ടും കഴിക്കാൻ തോന്നുന്ന മക്ഡൊണാൾഡ് ബർഗറിൻ്റെയും സാൻഡ്വിച്ചിൻ്റെയും ചിക്കൻ നഗറ്റ്സിൻ്റെയും ഉള്ളിലുള്ള മാംസം യഥാർത്ഥത്തിൽ ഈ പറയുന്ന ബീഫും ചിക്കൻ ബ്രസ്റ്റും തന്നെ ആയിരിക്കും. റാബി ലൂയിസ് ഫിംഗൽസ്റ്റീൻ ഒരിക്കലും അങ്ങനെ പറയില്ല. അതാരോ സൃഷ്ടിച്ചെടുത്ത ഒരു ഹോക്സ് ഓഡിയോ ക്ലിപ്പാണ് എന്ന് AI ടൂൾസ് പറയുന്നു. അതിനുള്ള കാരണം അദ്ദേഹം ഒരിക്കലും സമൂഹത്തിന് ദോഷം ചെയ്യുന്ന, ഹെയ്റ്റ് സ്പ്രെഡ് ചെയ്യുന്ന ഇത്തരത്തിലുള്ള കാര്യങ്ങൾ പറയില്ല എന്നാണ് AI ടൂൾസ് പറയുന്നത്. അപ്പോഴും പറയുന്ന വിഷയത്തിൽ കഴമ്പുണ്ട് എന്നതിനെക്കുറിച്ച് ആർക്കും പറയാനുള്ള ചില ചോദ്യങ്ങൾ എന്താണെന്ന് വെച്ചാൽ, ഇത് ജസ്റ്റ് ആരോ ക്രിയേറ്റ് ചെയ്ത ഒരു ഹോക്സ് ആണ് എങ്കിൽ എന്തിന് യൂട്യൂബിൽ നിന്നും ആ വീഡിയോ മുഴുവൻ റിമൂവ് ചെയ്തു? നിങ്ങളിത് വിശ്വസിക്കണം. നമ്മളിപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നതെല്ലാം വെറും കോൺസ്പിറസി തിയറി മാത്രമാണ്. ഒരിക്കലും വിശ്വസിക്കാൻ പാടില്ലാത്ത കോൺസ്പിറസി തിയറി. മക്ഡൊണാൾഡിൻ്റെ സ്പെഷ്യൽ ബർഗറിൽ നിന്നും ചിക്കൻ നഗറ്റ്സിൽ നിന്നും കുഞ്ഞുങ്ങളുടെ പല്ലുകൾ കിട്ടിയെന്ന് പറയുന്നത് ഫേക്കാണ്. എപ്പോഴോ എങ്ങനെയോ അതിനുള്ളിൽ പെട്ടുപോയ ചില പല്ലുകൾക്ക് പിന്നിൽ ഒരിക്കലും മക്ഡൊണാൾഡ്സിന് യാതൊരുവിധ പങ്കുമില്ല. ഇതോടൊപ്പം ചേർത്ത് പറയുന്ന ചൈൽഡ് ട്രാഫിക്കിംഗ് എന്നത് വെറും കോൺസ്പിറസി തിയറി മാത്രമാണ്. നിങ്ങളത് വിശ്വസിക്കാനേ പാടില്ല. 1970 മുതൽ കൂടെ ഉണ്ടായിരുന്ന റൊണാൾഡ് എന്ന കോമാളിയെ മക്ഡൊണാൾഡ് 2016 മുതൽ അകറ്റി നിർത്തുന്നത് കുഞ്ഞുങ്ങൾക്ക് ഭയം കൂടിയത് കൊണ്ടാണ് എന്നും അത്രയ്ക്കും കുഞ്ഞുങ്ങളുടെ മാനസികവും ശാരീരികവുമായ ആരോഗ്യത്തെ അവർ വില കൽപ്പിക്കുന്നുവെന്നും
നിങ്ങൾ വിശ്വസിച്ചേ പറ്റൂ. മക്ഡൊണാൾഡ് റെഡ് ഷൂ സൊസൈറ്റിക്ക് ചൈൽഡ് ട്രാഫിക്കിങ്ങുമായി യാതൊരു ബന്ധവുമില്ല എന്നും മക്ഡൊണാൾഡ് ബർഗർ ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്നത് കുഞ്ഞുങ്ങളുടെ മാംസമാണ് എന്ന് റബി ലൂയിസ് ഫിംഗൽസ്റ്റീൻ പറഞ്ഞിട്ടില്ല എന്നും അതാരോ മക്ഡൊണാൾഡിന്റെ പേര് കളയാൻ തട്ടിവിട്ടതാണ് എന്നും നിങ്ങൾ വിശ്വസിച്ചേ പറ്റൂ. ഏതാണ്ട് ഇതൊക്കെ നിങ്ങൾ വിശ്വസിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്കൊരിക്കലും വിശ്വസിക്കാൻ ബുദ്ധിമുട്ടുള്ള മറ്റൊരു വിഷയം ഞാൻ തരാം. 2015 പുറത്തിറങ്ങിയ ജസ്റ്റിൻ ബീബറിന്റെ ദ പർപ്പസ് എന്ന് പറയുന്ന ഒരു ആൽബം, മൈക്രോ സെക്കൻഡുകൾക്കുള്ളിൽ മിന്നിമാഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരുപാട് വിഷ്വൽസ് നിറഞ്ഞ ഒരു ആൽബമാണത്. അതിനെ 0.25 പ്ലേ ചെയ്താൽ പോലും യൂട്യൂബിൽ നമുക്ക് കൃത്യമായി കാണാൻ സാധിക്കില്ല. ഞൊടിയിടയിൽ മിന്നിമായുന്ന ഭയപ്പെടുത്തുന്ന ഒരുപാട് ക്ലിപ്പുകൾ നമുക്കതിൽ കാണാൻ സാധിക്കും. ഒരുപാട് വിഷയങ്ങളെക്കുറിച്ച് ഈ വീഡിയോ പറയുന്നുണ്ട് എങ്കിലും നമ്മുടെ വിഷയത്തെ മാത്രം നമുക്കൊന്ന് നോക്കാം. ഇന്ന് എപ്സ്റ്റീൻ ഫയൽസിൽ ചർച്ച ചെയ്യുന്ന പല വിഷയങ്ങളും, നമ്മൾ ഇതിനു മുമ്പ് ചർച്ച ചെയ്തിട്ടുള്ള പല കാര്യങ്ങളും ഡൂഡ് രൂപത്തിൽ ഈ വീഡിയോയിലൂടെ കടന്നു പോകുന്നുണ്ട്. ഈ വീഡിയോ ഒന്ന് സ്ലോ ആയി വാച്ച് ചെയ്താൽ ഈ ലോകത്തോട് പറയാൻ ഉദ്ദേശിക്കുന്ന ഒരുപാട് കാര്യങ്ങൾ അതിൽ ഒളിപ്പിച്ചു വെച്ചത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അതിൽ പറയുന്ന ഒരു ക്ലിപ്പ് മാത്രമാണിത്. ഹെൽപ്പ്, റൊണാൾഡ് മക്ഡൊണാൾഡ് ഈസ് കില്ലിംഗ് അവർ കിഡ്സ്. എന്താണ് ഇതുകൊണ്ട് അർത്ഥമാക്കുന്നത്? ആരോ എവിടെയോ എഴുതി വെച്ച ഒരു ഡൂഡിൽ ചുമ്മാ എടുത്തു വെച്ചതാവുമെന്ന് ഈ ക്ലിപ്പ് കണ്ടാൽ ചിന്തിക്കാൻ പറ്റുമോ? ഇനി ഫാസ്റ്റ് ഫുഡിലൂടെ കുഞ്ഞുങ്ങളുടെ ആരോഗ്യം നഷ്ടപ്പെടുന്നു എന്നതാണോ ഈ ക്ലിപ്പിലൂടെ ഉദ്ദേശിക്കുന്നത് എന്ന രീതിയിലുള്ള ന്യായീകരണങ്ങൾ നമുക്ക് കേൾക്കാൻ കഴിയും. അപ്പോഴും KFC, ബർഗർ കിങ് പോലുള്ള ഭീമന്മാരിവിടെ. എന്തുകൊണ്ട് മക്ഡൊണാൾഡ് എന്ന് പറയുന്ന ബ്രാൻഡ് മാത്രം? മക്ഡൊണാൾഡ് കുഞ്ഞുങ്ങളെ കൊല്ലുന്നു എന്ന് ബീബർ പറയാനുള്ള കാരണം എന്തായിരിക്കും? തുടക്കത്തിലെ ഞാൻ പറഞ്ഞില്ലേ, ഇതെല്ലാം വെറും കോൺസ്പിറസി തിയറി മാത്രമാണ്. മക്ഡൊണാൾഡ്സ് പോലുള്ള ഭീമന്മാർ നഗറ്റ്സും ബർഗറും ഉണ്ടാക്കുന്നത് പതുപതുത്ത ബീഫും ചിക്കൻ ബ്രസ്റ്റുകൾ കൊണ്ടും മാത്രമാണ്. ബാക്കിയെല്ലാം മനുഷ്യരെ പീഡിപ്പിക്കാൻ വേണ്ടി ആരൊക്കെയോ സൃഷ്ടിച്ചെടുക്കുന്ന വെറും കോൺസ്പിറസി തിയറി മാത്രമാണ് എന്ന് നിങ്ങൾ വിശ്വസിക്കണം. കാരണമെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് സമാധാനമായി ഉറങ്ങാൻ പറ്റൂ. ഇടയ്ക്ക് സമയം കിട്ടുമ്പോൾ ഒന്ന് ചിന്തിച്ചു നോക്കണം. 10 വർഷങ്ങൾക്ക് മുമ്പ് ഒരിക്കലും സംഭവിക്കില്ല എന്ന് നമ്മൾ കരുതിയ പലതുമാണ് ഇപ്പോൾ നമുക്ക് ചുറ്റും സംഭവിച്ചു കൊണ്ടിരിക്കുന്നത്. അസംഭവ്യം എന്ന വാക്ക് സംഭവ്യം എന്ന വാക്കാകാൻ ഏതാനും ദിവസങ്ങൾ മാത്രം മതി. ഗൂഢാലോചന സിദ്ധാന്തങ്ങളെ ചിന്തിക്കാനുള്ള ഒരവസരമായി മാത്രം കണ്ടാൽ മതി. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. സുൽത്താൻ എപ്പോഴും പറയുന്നത് പോലെ സബ്സ്ക്രൈബുകൾ കൂമ്പാരമാകുമ്പോൾ പരിപാടി ഗംഭീരമാകും. അതുകൊണ്ട് സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോയ്ക്ക് വേണ്ടി കാത്തിരിക്കുക. അതുവരെ.